അള്ളാഹുവിനെ അവന്റെ കാര്യത്തെ ഭരമേൽപ്പിച്ചാൽ അള്ളാഹു അവന്റെ കാര്യം ഏറ്റെടുത്തിരിക്കുന്നു. അവൻ ഭരമേറ്റെടുക്കപ്പെട്ടവനാണ്, ഭാരമേറ്റെടുക്കപ്പെട്ടവനാണ്. ഒരു കാര്യം കൂടി പറയട്ടെ ലളിതമായിട്ട്. നമ്മളിൽ പലരും വിചാരിക്കുന്നത്, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച, എല്ലാവരും ഒന്ന് ഇവിടെ ശ്രദ്ധിക്കും. നമ്മളിൽ പലരും വിചാരിക്കുന്നത് അവനവന്റെ കാര്യം അവനവൻ തന്നെയാണ് നടത്തുന്നത്. ഞാനാണ് എൻ്റെ കാര്യം നടത്തുന്നത്. മനസ്സിലായിട്ടില്ല? ഞാനാണ് എൻ്റെ കാര്യം നടത്തുന്നത്. മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക്? എൻ്റെ എല്ലാ കാര്യവും ഞാൻ തന്നെയാണ് നടത്തുന്നത്. എൻ്റെ കഴിവ് കൊണ്ടാണ് എൻ്റെ എല്ലാ കാര്യവും നടന്നു പോകുന്നത്. ഇത് അപകടമാണ്, ഇത് അപകടമാണ്. ഞാനല്ല എൻ്റെ കാര്യം നടത്തുന്നത്. അതുകൊണ്ടല്ലേ മഹത്തുക്കൾ പഠിപ്പിച്ചത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഒരു ദിവസം 99 തവണ ചൊല്ലുന്നവർക്ക് ശാരീരിക മാനസിക അസുഖങ്ങൾ പിടികൂടില്ലെന്ന് പഠിപ്പിച്ചതുകൊണ്ടാ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. എത്ര എളുപ്പമുള്ള ദിക്റാണ്, എത്ര എളുപ്പമുള്ള ദിക്റാണ്. മനസ്സിനെ ശാന്തമാക്കുന്ന ദിക്റ്, ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ, റിതം ഓഫ് ഹാർട്ട്, ഹൃദയത്തിന്റെ താളം, റിതം ഓഫ് ഹാർട്ട്, ഹൃദയത്തിന്റെ താളത്തെ കൃത്യമാക്കുന്ന, ഹൃദയത്തിന്റെ താളത്തെ കൃത്യമാക്കുന്ന ദുആ ലാ ഹൗല വലാ ഖുവത. ഇതറിയാമായിരുന്നില്ലേ? അറിയാമായിരുന്നു. ഇതറിയാമായിരുന്നില്ലേ? അറിയാമായിരുന്നു. എന്നിട്ട് എന്തേ? ഇല്ല, ഞങ്ങൾ പിന്നെ കോഴിക്കോട്ടേക്ക് പോയി, അവിടുന്ന് മംഗലാപുരത്ത് പോയി, പിന്നെ മദ്രാസിൽ ആരോട്ട് എന്നിട്ട് അവിടെയും പോയി. ശരിയായോ? ഒന്നും ശരിയായിട്ടില്ല. വല്ലതും ശരിയാവോ? ഒന്നും ശരിയാവാനും പോകുന്നില്ല. കാരണം അനുഭവത്തിൽ ഇന്നേ വരെ ഒന്നും ശരിയായതായിട്ട് അനുഭവത്തിലില്ല. രോഗം ഒന്നല്ലേ തുടങ്ങിയത്? എൻ്റെ മുഅ്മിനീങ്ങളെ, എൻ്റെ അടുത്ത ചോദ്യം, മുഅ്മിനീങ്ങളെ എൻ്റെ അടുത്ത ചോദ്യം വന്നിരിക്കുന്നു. നിങ്ങൾക്ക് രോഗം ഒന്നല്ലേ തുടങ്ങിയത്? ഇപ്പം എത്ര രോഗമുണ്ട്? തുടക്കത്തിൽ ഒറ്റ രോഗമായിരുന്നു. നിങ്ങൾ വിചാരിച്ചത് ഇത് ഡോക്ടർ ശരിയാക്കി തരുമെന്താണ്? അല്ല എന്ന് പറയും. നിങ്ങളിൽ പലർക്കും തുടക്കത്തിൽ ഒരു രോഗമായിരുന്നു. നിങ്ങളുടെ വിശ്വാസം ഡോക്ടർ ശരിപ്പെടുത്തുമെന്നായിരുന്നു. എന്നിട്ടോ 5 കൊല്ലത്തോളം അയാളുടെ പിറകെ കൂടി. ഇപ്പൊ എത്ര സൂക്കേട്? അത്രയൊന്നുമില്ല, ഒരു 9ഓളം സൂക്കേടായി ഉണ്ട്. നിങ്ങൾ എണ്ണിക്കോ, നിങ്ങൾ എണ്ണിക്കോളൂ. രോഗം തുടങ്ങിയ കാലഘട്ടം ഓർമ്മിച്ചു കൊള്ളുക. ഷുഗറായിരുന്നു തുടക്കം. എന്തോ ഒരു വിഷയം വന്നിട്ട് ഭയങ്കര മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുക, തൊണ്ട ഇങ്ങനെ വറ്റി വരളുക, വല്ലാത്തൊരു വെപ്രാളം. അവസാനം ഡോക്ടറെ കാണിച്ചപ്പോൾ ഷുഗർ നോക്കിക്കാളി എന്ന് പറഞ്ഞു. നോക്കുമ്പോഴത്തേക്ക് 450 കഴിഞ്ഞു. 450 കഴിഞ്ഞു. നല്ല ഡോക്ടറാണെങ്കിൽ എന്ത് പറയും? ഒന്ന് ഭക്ഷണം കൺട്രോൾ ചെയ്യും, മരുന്ന് ഇപ്പം തുടങ്ങണ്ട, ഒരു 10 ദിവസം ഭക്ഷണം കറക്റ്റ് കൺട്രോൾ ചെയ്യാൻ പറയും. നല്ലൊരു മനുഷ്യപ്പറ്റുള്ള ഡോക്ടറാണെങ്കിൽ. കുറച്ച് കച്ചവട താല്പര്യമുള്ള ആളാണെങ്കിലോ ഇനി ഒരല്പം പോലും വിധിച്ചൂടാ, പെട്ടെന്ന് ഇൻസുലിൻ വെക്കണം. ചില സമയത്ത് അത് പറയേണ്ടി വരും, ചില നിർണായക ഘട്ടത്തിൽ അത് പറയേണ്ടി വരും. അവിടുന്ന് മരുന്ന് തുടങ്ങിയതാണ്. ഒരു 5-6 കൊല്ലം കഴിഞ്ഞപ്പോൾ കിതപ്പ് വരാൻ തുടങ്ങി, കൈകാലുകളിൽ തെരിപ്പ് വരാൻ തുടങ്ങി. ഗുളികയിൽ തുടങ്ങിയത് ഇൻസുലിനിലേക്ക് എത്തി. ഇൻസുലിൻ 5, 10 12 തുടങ്ങിയത് 30 ഒക്കെ അടിക്കാൻ തുടങ്ങി. രാവിലെ 30, ഉച്ചക്ക് 35, രാത്രി 25. മാറ്റമൊന്നുമില്ല. ഓരോ തവണ കുത്തിക്കയറുന്നതിനനുസരിച്ചും ഈ ശരീരത്തിൽ മരവിപ്പ് വരാൻ തുടങ്ങി, കല്ലിപ്പ് വരാൻ തുടങ്ങി, രക്തോട്ടം കുറയാൻ തുടങ്ങി, ഹാർട്ടിന്റെ പിടിപ്പ് കുറയാൻ തുടങ്ങി, കിഡ്നിയുടെ പ്രവർത്തനം താറുമാറാവാൻ തുടങ്ങി. അപ്പൊ നെഫ്രോളജിയെ കാണിക്കാൻ പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾക്കറിയുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് പറയുന്നത്. പലരും എത്ര മരുന്നാ കുടിക്കുന്നത്? 18-20ഓളം മരുന്ന് കുടിക്കുന്ന ആളുകൾ, 18 മുതൽ 20 വരെ മരുന്ന്. അള്ളാഹുവേ, ഇത്തരം ദുരവസ്ഥകളെ തൊട്ട് ഞങ്ങൾ എല്ലാവരും കാത്തിരക്ഷിക്കണേ അല്ലാ. തൊട്ടതിനും എടുത്തതിനും വെച്ചതിനൊക്കെ മരുന്ന് കുടിക്കേണ്ടി വരുന്ന അവസ്ഥകളെ തൊട്ട് ഞങ്ങളത് കാക്കണേ അല്ലാ. ഞങ്ങൾ അറിവില്ലായ്മ കൊണ്ടും ശ്രദ്ധയില്ലായ്മ കൊണ്ടും ഞങ്ങൾ രോഗികളായി, ഞങ്ങൾ വല്ലാത്ത പ്രയാസത്തിലാണ്. നീ ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. ബിരൂരി മുഹമ്മദിൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറയുന്നത് എന്താ വിഷയം? നമുക്ക് മനസ്സിന് സ്വസ്ഥതയില്ലാത്തതാണ് രോഗങ്ങൾ പലതും ശിഫയാവാത്തത്. മനസ്സിന് സ്വസ്ഥതയില്ലാതാവാൻ കാരണം എൻ്റെ എല്ലാ കാര്യവും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് എന്ന തോന്നലാണ്. എൻ്റെ എല്ലാ കാര്യവും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്, എൻ്റെ റബ്ബ് ഞാനാണെന്ന തോന്നല് പാടില്ല. എൻ്റെ റബ്ബ് ഞാനാണെന്ന തോന്നൽ നമ്മളിൽ പലരിലും വന്നിട്ടുണ്ട്. ഇലാഹ് നീ തന്നെയാണ്, ഖാലിഖ് നീ തന്നെയാണ്. ഈ പ്രയോഗം ശ്രദ്ധിക്കണേ, ഇതൊക്കെ നന്നായി പഠിച്ച ഉപകാരപ്പെടുന്ന ഇൽമാണ്. ഇലാഹ് നീ തന്നെയാണ്, ഖാലിഖ് നീ തന്നെയാണ്, പക്ഷെ റബ്ബ് ഞാനാണ്. അതിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. ഇലാഹ് നീ തന്നെയാണ്, അതുകൊണ്ട് നിസ്കാരവും നോമ്പും ഹജ്ജൊക്കെ നിനക്ക് തന്നെ. ഖാലിഖോ, എന്നെ പഠിച്ചതോ നീ തന്നെ, അതുകൊണ്ട് പഠിച്ചോനെ എന്നൊക്കെ വിളിക്കും. പക്ഷെ റബ്ബ് എന്താ ഇതിന്റെ അർത്ഥം? പരിപാലനം. ശരീരത്തിന്റെ പരിപാലനം
റബ്ബെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പരിപാലനം, പരിപാലിക്കുന്നവൻ, കേടുപാട് തീർക്കുന്നവൻ. അർത്ഥം അങ്ങനല്ലേ? ന്യൂനത ഇല്ലാണ്ടാക്കുന്നവൻ. എന്താ റബ്ബിന്റെ അർത്ഥം? ന്യൂനത ഇല്ലാണ്ടാക്കുന്നവൻ. എന്തിന്റെ ന്യൂനത? പറയ്, എന്തിന്റെ ന്യൂനത? വല്ല ഷൈഇനും, വല്ല വസ്തുവിനും ന്യൂനത വന്നു പോയാൽ, കുറവ് വന്നു പോയാൽ, ഒരു രോഗി പഠിക്കേണ്ട വിഷയമാണിത്. വല്ല വസ്തുവിനും ഒരു ന്യൂനത വന്നു പോയാൽ എന്ന് വെച്ചാൽ കണ്ണിന്റെ കാഴ്ച കമ്മിയായാൽ, ചെവിയുടെ കേൾവി കുറഞ്ഞാൽ, ഹൃദയത്തിന്റെ പ്രവർത്തനം കുറഞ്ഞാൽ, കരളിന്റെ പ്രവർത്തനം കുറഞ്ഞാൽ, കിഡ്നിയുടെ പ്രവർത്തനം കുറഞ്ഞാൽ ന്യൂനതയാണ്. അപ്പൊ ന്യൂനത ആരാ പരിഹരിക്കേണ്ടത്? ഒരു വസ്തുവിന്റെ ന്യൂനതയെ ഘട്ടം ഘട്ടമായി പരിഹരിച്ചുകൊണ്ട് അതിന്റെ പരിപൂർണതയിലേക്ക് എത്തിക്കുന്നവൻ എന്നാണ് റബ്ബിന്റെ അർത്ഥം. റബ്ബ് എന്നതിന്റെ അപ്പൊ രോഗി അള്ളാഹനെ എന്താ വിളിക്കേണ്ടത്? യാ അല്ലാഹ് എന്ന് വിളിക്കണോ? യാ റബ്ബി എന്ന് വിളിക്കണോ? യാ റബ്ബന, യാ റബ്ബി എന്ന് വിളിക്കണം. ഒരു രോഗി അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ വിളിക്കേണ്ടത് റബ്ബന. ആ രൂപത്തിലാണ് അന്ത റബ്ബി, അന്ത റബ്ബി എന്ന രൂപത്തിലാണ് അള്ളാഹനെ വിളിക്കേണ്ടത്. നീയാണ് എൻ്റെ പരിപാലകൻ, നീയാണ് എൻ്റെ പരിപാലകൻ എന്ന് വെച്ചാൽ അർത്ഥം എൻ്റെ ശരീരത്തിൽ ഇപ്പോഴുള്ള ന്യൂനതകളെ പരിഹരിക്കുകയും അതിനെ പൂർണ്ണസ്തുതിയിലേക്ക് മടക്കി കൊണ്ടുവരികയും ചെയ്യുന്നവൻ നീയാണ്. അന്ത റബ്ബി വഅന അബ്ദുക, അന്ത റബ്ബി വഅന അബ്ദുക. ഈ ബോധം ഒരു മനുഷ്യനിൽ വന്നാൽ അയാളുടെ രോഗം ശിഫയാവാൻ എളുപ്പമാണ്. രോഗം ശിഫയാവാൻ എളുപ്പമാകുന്ന ഒരു വഴിയാണ് പറഞ്ഞത്. അന്ത റബ്ബി വഅന അബ്ദുക, ഞാൻ നിന്റെ അടിമയാണ്, നീ എൻ്റെ രക്ഷിതാവാൻ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താണ്? എൻ്റെ ശരീരത്തിന് പിടികൂടിയ പ്രയാസത്തെ ഘട്ടം ഘട്ടമായി നീക്കിത്തരുന്നവൻ നീയാണ്. അള്ളാഹു അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. അള്ളാഹു അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. രോഗം മാറുമോ എന്ന ബേജാർ എന്തുകൊണ്ടാ വരുന്നത്? നമ്മളിന്ന് കൂടുതലും ചർച്ച ചെയ്യുന്ന ബേജാറിനെ കുറിച്ചാണല്ലോ. ബേജാറ് കൂടുന്നതാണല്ലോ പലർക്കും രോഗം ശിഫയാവാൻ വൈകുന്നത്. ഒരു രോഗിക്ക് പാടില്ലാത്തൊരു കാര്യം എന്താണ്? തനിക്ക് പിടികൂടിയ രോഗത്തിന്റെ പേരിൽ ബേജാറ് പാടില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? ബേജാറ് വരുമ്പോ എന്ത് സംഭവിക്കും? രോഗം വർദ്ധിക്കും പ്രിയപ്പെട്ടവരെ. ബേജാറ് വരുമ്പോ രോഗം വർദ്ധിക്കും പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമ്മുടെ പരിപാടിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് സംഭാവനക്ക് വേണ്ടി വരുന്നുണ്ട്. അത് പൊതുവായൊരു പിരിവാണ്, കാര്യമായ പിരിവ് എന്നുള്ള നിലക്ക് ഇത്രയും മഹത്തായൊരു മജ്ലിസാണ്. ഇൽമ പറയുന്നതാണ്, ജീവിതത്തിൽ നമ്മുടെ ആയുസ്സിനും ആഫിയത്തിനും ബർക്കത്ത് കിട്ടിയ സദസ്സാണിത്. ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ ഇൽമ പഠിക്കാൻ അള്ളാഹു അവസരം തന്ന സദസ്സാണിത്. അപ്പൊ ഈ സദസ്സിനെ പരിഗണിക്കണം, ഈ സദസ്സിനെ ബഹുമാനിക്കണം, ഈ സദസ്സിനോട് സ്നേഹമുണ്ടാവണം, ഈ സദസ്സിനോട് ഇഷ്ടമുണ്ടാവണം, ഈ സദസ്സിനെ മാനിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ വിജയത്തിന് വേണ്ടി ചെറിയൊരു സംഭാവന, അവരങ്ങനെ പറയാം, ചെറിയൊരു സംഭാവന എന്നാ പറയാ, നമുക്ക് മനസ്സിന് സംതൃപ്തമാകുന്ന രൂപത്തിൽ അതിലെല്ലാവരും ഹദിയ കൊടുക്കണം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മുബാറക്കായ ഷഅബാ മാസത്തിൽ അള്ളാഹു നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും അള്ളാഹു ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവേ ഞങ്ങളുടെ ഈമാനിലും ഇൽമിലും ആഫിയത്തിലും ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ യാത്രയിലും വീട്ടിലും മസ്ജിദിലും മദ്രസയിലും സർവ്വ മുആമലാത്തിലും നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ. ഈ സദസ്സിന്റെ ആമീൻ പരിഗണിച്ച് ബർക്കത്ത് ചെയ്യണേ അല്ലാ. അള്ളാഹുവേ നിന്റെ ഈ ഉമ്മത്തിന്റെ ഇസ്സത്തിന് വേണ്ടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരും പെരുമയും സൃഷ്ടിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ തുടങ്ങി വെച്ച സംരംഭങ്ങളെ നീ വിജയിപ്പിക്കണേ അല്ലാ. നീ നിലനിർത്തണേ അല്ലാ. നീ ഉത്തരം നീ അതിനെ വളർത്തി തരണേ തമ്പുരാനെ. ഫിത്തന ഫസാദുകളിൽ നിന്ന്, ഷർറുകളിൽ നിന്ന്, ഹസദിൽ നിന്ന്, സിഹറിൽ നിന്ന്, കണ്ണിൽ നിന്ന് നീ ആ സംരംഭങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ. ഇത്രയും മുഅ്മിനീങ്ങളുടെ ആമീൻ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ബിജാഹി മുഹമ്മദിൻ മുസ്തഫ. എന്താ പറയുന്നത്? മനസ്സമാധാനമാണ് രോഗശാന്തിക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത്. രോഗിക്ക് പാടില്ലാത്തൊരു കാര്യം ബേജാറാണ്. ബേജാറുണ്ടാകുമ്പോൾ രോഗം വർദ്ധിക്കും പ്രിയപ്പെട്ടവരെ. രോഗം വർദ്ധിക്കാൻ കാരണമാകും മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെടുമ്പോൾ. അതുകൊണ്ട് വീട്ടിൽ രോഗികളായ മനുഷ്യന്മാരെ നിങ്ങൾ ബേജാറിലാക്കരുത്. രോഗം പിടികൂടിയ ആളുകളെ എപ്പോഴും സന്തോഷിപ്പിക്കണം. അതുകൊണ്ടല്ലേ രോഗികളെ സന്ദർശിക്കൽ സുന്നത്താണെന്ന് മുഹമ്മദുർ റസൂൽ. ഒരു സത്യവിശ്വാസിയുടെ 6 ബാധ്യതകൾ പറഞ്ഞപ്പോ, 6 ഹക്കുകൾ എണ്ണി പറഞ്ഞപ്പോ രോഗികളെ സന്ദർശിക്കാൻ പറഞ്ഞത് ഇതിന്റെ പേരിലാണ്. രോഗിക്ക് സന്തോഷം നൽകുക എന്നതാണ് കാരണം. രോഗിക്ക് സന്തോഷം നൽകണം, അയാൾക്ക് സമാധാനം നൽകണം, അയാളുടെ കരം പിടിച്ച് തടവണം,
അസ്അലുല്ലാഹൽ അലീം റബ്ബിൽ അർശിൽ അലീം. ഒരു രോഗിന്റെ കൈപിടിച്ച് ചൊല്ലേണ്ട ദിക്ർ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തിനാ പഠിപ്പിച്ചത്? രോഗിക്ക് സമാധാനം കിട്ടാൻ. രോഗിന്റെ വലത് കൈയിന്റെ ഇവിടെയാണ് തടവി കൊടുക്കേണ്ടത്. ശ്രദ്ധിക്ക്, ഇതൊക്കെ പഠിക്കേണ്ട കാര്യമാണ്. വെറുതെ ഓറഞ്ചും വാങ്ങി വർത്താനം പറഞ്ഞ് രോഗിനെ പേടിപ്പിച്ച് വരരുത്. മനസ്സിലായില്ലേ? രോഗിനെ കാണാൻ പോകും, നല്ല കാര്യമാണ്, സുന്നത്തായ കാര്യമാണ്. ഓറഞ്ച് കൊണ്ടുപോകുന്നതും മധുരം കൊണ്ടുപോകുന്നത്, പഴം കൊണ്ടുപോകുന്നത്, ഹദിയ കൊണ്ടുപോകുന്നത് നല്ല കാര്യമാണ്. അവന്റെ ശരീരത്തിന് ആരോഗ്യം നൽകുന്ന കാര്യമാണ്. പക്ഷെ ചിലയാളെങ്കിലും രോഗികളെ ബേജാറാക്കി തിരിച്ചു വരാറുണ്ട്. സൂക്ഷിക്കണേ. നിങ്ങളെന്തിനാ പറയണേ? നെറ്റി ചൊളിച്ചിട്ട് സൂക്ഷിക്കണേ, ഇത് ഭയങ്കര കടുപ്പാണ്. എന്ത് മനുഷ്യന്മാരെ നിങ്ങൾ, എത്ര ആളങ്ങനെ ചെയ്യുന്നു? നിങ്ങളെന്തിനാ പറയണേ? നിങ്ങളെന്താ പറയേണ്ടത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പറഞ്ഞു. അസ്അലുല്ലാഹൽ അലീം റബ്ബിൽ അർശിൽ അലീം അൻ യശ്ഫീക്. ഇത് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി. ആരോടാ ദുആ? അസ്അലുല്ലാഹൽ അലീം റബ്ബിൽ അർശിൽ അലീം. അവിടെ റബ്ബ് വന്നു. റബ്ബിൽ അർശിൽ അലീം. നിങ്ങളുടെ സന്ദർശനം കാരണം ഈ മനുഷ്യന്റെ രോഗത്തിന്റെ ശിഫ അല്ലാഹു തീരുമാനിക്കുകയാണ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അതിനാണ് രോഗികളെ സന്ദർശിക്കണം എന്ന് പറയുന്നത്. പക്ഷെ പലരും ഇടങ്ങേറുണ്ടാക്കലാണ് പതിവ്. ചില ആള് സൂക്കേട്ടിലെ ആളെ കാണാൻ പോകും, 1 മണിക്കൂറിൽ ഇരുന്നാളി. പാടില്ല. രോഗികളെ കാണാൻ പോയാൽ പെട്ടെന്ന് മടങ്ങണം. ഇനി അവർ പറയണത് നീ കുറച്ചേരം നീ ഇരിക്കുമ്പോൾ ഒരു സമാധാനമാണ്, എന്നാൽ ഇരുന്നു കൊടുക്കാം. അല്ലാതെ രോഗിന്റെ അടുത്ത് കൂടുതൽ സമയം തങ്ങരുത്, രോഗിന്റെ അടുത്ത് കൂടുതൽ സമയം താമസിക്കരുത്. അത് ഒറ്റപ്പെടുത്താനല്ല, രോഗിക്കതാണ് റാഹത്ത്. നിങ്ങൾക്കും ചിലപ്പോൾ അത് ഗുണമായി തീരും. നാവ് സൂക്ഷിക്കണം ദയവ് ചെയ്തിട്ട്. പ്രത്യേകിച്ചും പെണ്ണുങ്ങന്മാരോടാ പറയാനുള്ളത്. പെണ്ണുങ്ങന്മാരോട് പറയാണ്ടിരിക്കില്ല. ചെറുപ്പക്കാരികളെല്ലാം കാണാൻ പോയ ബേജാറാക്കിയിട്ടല്ലാണ്ട് ഒരൊറ്റൊന്നും നടക്കൂല. ഗർഭിണികളെ കാണാൻ പോയാൽ ഈ പെണ്ണുങ്ങന്മാർ ഗർഭിണികളെ കാണാൻ പോയാൽ ബേജാറാക്കിയിട്ടല്ലാതെ ഈ പെൺസംഘം മടങ്ങൂല. അല്ലാന്ന് പറയട്ട് ഔ നീ എന്തൊരു ഭാഗ്യവതിയാണെന്ന് ഗർഭിണിയോട് പറഞ്ഞ ഏതെങ്കിലും പെണ്ണുങ്ങൾ ഈ ശാസ്ത്രീയണ്ടോ? ഉണ്ടോ? നിങ്ങൾ ചോദിച്ചോക്കി. ഇന്ന് രാത്രി പോയിട്ട് നിങ്ങൾ ചോദിക്കും. ഒരു ഗർഭിണിയെ കാണാൻ പോയിട്ട് ഓ നീ എന്തൊരു ഭാഗ്യവതിയാണ്. വിലായത്ത് എന്ന പട്ടം ലഭിച്ചില്ലെങ്കിലും വലിയന്റെ സ്ഥാനമുള്ളവരല്ലേ മൂമിനത്തായ ഗർഭിണി. പറഞ്ഞു ആരോടെങ്കിലും പറയൂല. വിലായത്ത് എന്ന പദവി, വിലായത്ത് ഒരു പട്ടമാണ്, ഒരു സനതാണ്. വിലായത്ത് എന്ന പദവി അല്ല കൊടുത്തില്ലെങ്കിലും വലിയന്റെ സ്ഥാനത്താണ് മുഅ്മിനത്തായ ഗർഭിണി. മുസ്ലിമത്തായ ഗർഭിണിയല്ല, എന്റെ പ്രയോഗം ശ്രദ്ധിക്കണം. മുഅ്മിനത്തായ സ്വാലിഹത്തായ ഒരു ഗർഭിണിയ ഏത് സ്റ്റേജിലാണ്? വലിയന്റെ സ്റ്റേജിലാണ്. അവൾ മന്ത്രിച്ചാൽ ശിഫ ഉറപ്പല്ലേ? അവൾ ദുആ ചെയ്താൽ ഇജാബത്ത് ഉറപ്പല്ലേ? അവളുടെ അനുഗ്രഹീത പദവി എത്ര വലുതാണ്. ഇത് പറഞ്ഞ് സന്തോഷിപ്പിച്ച് വരേണ്ടതിന് പകരം അല്ല പാത്തു നീ അറിഞ്ഞിട്ടില്ലേ കഴിഞ്ഞ ആഴ്ച മറ്റേ പെണ്ണ് പെറാൻ പോയിട്ട് ചോര വാർന്ന് മരിച്ചത്, അടുത്ത മാസം പ്രസവിക്കാൻ പോണ്ട പെണ്ണാൻ ഇഞ്ഞേടെ കാണിച്ചിനി ആർദല്ലേ ഒരു പെണ്ണ് കഴിഞ്ഞ ആഴ്ച മരിച്ചത്. ഓ പിന്നെ ഈ കുട്ടിന്റെ ബേജാറ് പറയണോ? ഇതില്ല നീ സ്ത്രീകൾ പറയട്ടെ. ജലീൽദാരിന് വെറുതെ തമാശ പറയുന്നതാണ് പറയട്ടെ. പോകുന്നത് തന്നെ ബേജാറാക്കാൻ. ഗർഭിണിയോട് എന്താ പറയേണ്ടത്? ഹൗ നീ എന്ത് ഭാഗ്യവതിയാണ്, നീ എത്ര. ചില ഗർഭിണികളെല്ലാം അവിടെ വരും, ദ്വാരക്കണേ. ഞാൻ പറയും ഞാൻ ദ്വാരക്കൂല, നിങ്ങൾക്ക് ഞാൻ ദ്വാരക്ക്, നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാരക്കി. ഗർഭിണിയായ ഭാര്യയുള്ള ഭർത്താവ് എത്ര ഭാഗ്യവാനാണ്. കാരണം വലിയ റഹ്മത്തല്ലേ 9 മാസം. അതുകൊണ്ടല്ലേ നല്ലോണം പെറുന്ന പണ്ട കെട്ടണം എന്ന് പറഞ്ഞു. മനസ്സിലായില്ല, അത് പറഞ്ഞത് ഇതില്ല. കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീയെ എന്തായാലും പറയാ വലൂദ്, എന്താ പറയാ? തസവ്വുജുൽ വലൂദ് എന്ന് പറഞ്ഞാൽ നല്ലോണം പ്രസവിക്കുന്ന പെണ്ണെ കെട്ടണം. എന്തുകൊണ്ട്? ഓക്ക് 2 ഗുണമാണ്. ഒന്ന് വല്ലാത്ത സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന പെണ്ണായിരിക്കും. മവദ്ദത്തെ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് കെട്ടാൻ ബാക്കിയുള്ള ചെറുപ്പക്കാര് ആരെങ്കിലും ബാല്യക്കാരുണ്ടെങ്കിൽ കെട്ടുന്നതിന് മുമ്പ് ഈ കാര്യം കൂടി ഏത് നല്ലോണം പ്രസവിക്കോന്ന് ചോദിക്കുന്ന നല്ലതാണ്. എന്നാ പെണ്ണ കിട്ടിയെന്നെ, അപ്പുറം ബബുളർക്ക് തോന്നുന്നുണ്ട് ഉസ്താദിന് ഇത് പറയല്ലേ വേണ്ടു അല്ലേ? ഇതിന്റെ അടങ്ങാറ് വെച്ച് ഞമ്മയല്ലേ സഹിക്കേണ്ടത്. ജീവിതത്തിൽ ഒരു പെൺകുട്ടി ഏറ്റവും അനുഗ്രഹീതമാവുന്നത് ഗർഭകാലത്താണ്. ഇതിൻ്റെ എല്ലാം മഹത്വവും ഇതിന്റെ ഗുണവും അറിഞ്ഞാൽ
ഇതിന്റെ മഹത്വവും ഇതിന്റെ ഗുണം പറഞ്ഞാൽ പിന്നെ സ്ത്രീകൾ പ്രസവിക്കാതിരിക്കാൻ വിടൂല, പ്രസവം നിർത്താനൊന്നും വിടൂല. ആരോഗ്യം, സൗന്ദര്യം, ആരോഗ്യം നിലനിൽക്കും, സൗന്ദര്യം നിലനിൽക്കും. ദീർഘായുസ്, ആരോഗ്യം, സൗന്ദര്യം, ദീർഘായുസ്, ഇങ്ങനെ പ്രധാ വേണ്ട. അള്ളാഹു തൗഫീഖ്. ആമീൻ. എന്താ പറയാൻ പേടിച്ചാ? പ്രസവിക്കേണ്ട കാര്യത്തിൽ നിങ്ങൾ എന്താ ആമീൻ പറയാത്തത്? അള്ളാഹു തൗഫീഖ്. അത് വലിയ നിയമത്താണ്. ഇപ്പൊ ഞാനിപ്പോൾ അൽഹംദുലില്ലാ തളിപ്പറമ്പിൽ പ്രസവത്തിന് സൗകര്യമുള്ള ഒരു ആശുപത്രി ഷാവുൽ ഹമീദ് ഉസ്താദ് ഞാനെല്ലാം കൂടി തുടങ്ങുന്നുണ്ട്. മനസ്സിലാക്കണം. കാരണം ഏറ്റവും വലിയ കാര്യമാണത്, പ്രസവത്തിന് സൗകര്യം കൊടുക്കുക. ഞാൻ വൈദ്യശാസ്ത്രം പഠിക്കും, മെഡിക്കൽ സയൻസ് പഠിക്കുമ്പോൾ എൻ്റെ ഗുരുനാഥന്മാരിൽ ഒരാൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഏറ്റവും നല്ല ഡോക്ടർ 2 രോഗികളെ സഹായിക്കുന്നവരാണ്. ഏറ്റവും നല്ല ഡോക്ടർ 2 രോഗികൾക്ക് ആശ്വാസം നൽകുന്ന ആളാണ്. അപ്പൊ നമ്മൾ ചോദിച്ചു അതേതാണ്? ഒന്ന് ഗർഭിണിക്ക് ആശ്വാസം നൽകുക, മറ്റൊന്ന് ശ്വാസം മുട്ടി രോഗിക്ക് ആശ്വാസം നൽകുക. ശ്വാസം മുട്ടി രോഗിക്ക് ആശ്വാസം നൽകുക, ഗർഭിണിക്ക് ആശ്വാസം നൽകുക. ഈ 2 ഡോക്ടർമാരാണ് ഏറ്റവും നല്ല ഡോക്ടർമാർ. അപ്പൊ നമുക്ക് ആശുപത്രി തുടങ്ങുമ്പോഴത്തേക്കും തൈബ ഫാത്തിമ എന്ന് പേരുള്ള നല്ലൊരു കഴിവുള്ള സ്നേഹനിധിയായ നല്ലൊരു ഡോക്ടറെ കിട്ടി. അന്ന പെണ്ണുങ്ങന്മാർക്കെല്ലാം എന്തോ ഒരു സന്തോഷം. ഇവർ ഇത്രയും കാലം എവിടെയായിരുന്നു ആയിരിക്കും. അങ്ങ് മംഗലാപുരത്ത് തപ്പിക്കൊണ്ടതാണ്. അള്ളാഹു വിജയിപ്പിച്ചേരട്ടെ, അള്ളാഹു വിജയിപ്പിച്ചേരട്ടെ, അള്ളാഹു വിജയിപ്പിച്ചേരട്ടെ. അപ്പോ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗികളെ സന്ദർശിക്കാൻ പോയാൽ അവർക്ക് മനസ്സമാധാനം നൽകാൻ വേണ്ടി പറഞ്ഞു. അതിന്റെ ദുആ പഠിപ്പിച്ചു തന്നു. എളുപ്പല്ലേ? അസ്അലുല്ലാഹൽ അലീം. എളുപ്പമാണ്. ഇത് 3 വാക്കേ ഉള്ളൂ. അസ്അലുല്ലാഹൽ അലീം റബ്ബിൽ അർശിൽ അലീം അൻ യശ്ഫീക്. എളുപ്പമാണ്. ഒരു സുന്നത്ത് ഹയാത്താവട്ടെ. സമാധാനിപ്പിക്കുക അവരെ. വിഷമം അഥവാ രോഗികൾ വിഷമം നമ്മളോട് പറയുകയാണെങ്കിൽ ഒരല്പനേരം കേട്ടിരിക്കുക, എന്നിട്ട് സമാധാനിപ്പിക്കുക. അവരോട് ഫാത്തിഹ ഓതാൻ പറയുക, അവരോട് അലം നശ്റഹ് ഓതാൻ പറയുക. മനസ്സിന് സമാധാനം കിട്ടുന്ന വഴികൾ പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇടയിൽ നമ്മൾ പറഞ്ഞു പകുതിക്കിട്ടൊരു കാര്യമുണ്ട്. എന്താണ് മനസ്സിന്റെ സ്വസ്ഥത തിരിച്ചു കിട്ടാത്തത് എന്ന് വെച്ചാൽ നമ്മുടെ BP എപ്പോഴും എന്താണ് നോർമലായി നിൽക്കാത്തത്? എന്തുകൊണ്ടാണ് നമുക്ക് സ്വസ്ഥത സാധ്യമാക്കാത്തത്? ഒരുപാട് കാരണങ്ങളുണ്ട്. അക്കൂട്ടത്തിൽ ഒന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാനാണ് എൻ്റെ റബ്ബ് എന്ന തോന്നൽ ഉപേക്ഷിക്കുക, അള്ളാഹിനെ ബരമേൽപ്പിക്കുന്ന സ്വഭാവം ഉണ്ടാക്കുക. ഇതാണ് ഒന്ന്. എല്ലാം അള്ളാഹുവിൽ ബരമേൽപ്പിക്കുക. നിശ്ചയം നിങ്ങൾ സമാധാനത്തിലാവും. പിന്നെ വളരെ മനസ്സിന് സമാധാനം കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം ഞാൻ പറയാൻ പോവാം. മനസ്സിന് സമാധാനം കിട്ടാൻ ഏറ്റവും സഹായിക്കുന്ന മറ്റൊരു കാര്യം പറയാൻ പോവാണ്. ഹൃദയത്തിന്റെ ശക്തി കൂട്ടുന്ന ഒരു അമൂല്യമായ കാര്യം പറയാൻ പോവാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ, ഒന്ന് ശ്രദ്ധിക്കണേ, എല്ലാ സ്ത്രീകളും ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ 1, ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ 2, ആരോടെങ്കിലും പകയുണ്ടെങ്കിൽ 3. എന്താ പറഞ്ഞത്? വെറുപ്പ്, ദേഷ്യം, പക. മനസ്സിലായിട്ടില്ല? നിങ്ങളുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും ഇപ്പോഴും ദേഷ്യമുണ്ട്, അല്ലെങ്കിൽ ആരോടെങ്കിലും ഇപ്പോഴും വെറുപ്പുണ്ട്, അല്ലെങ്കിൽ ആരോടെങ്കിലും ഇപ്പോഴും പകയുണ്ട്. അന്നെന്തോ കല്യാണത്തിലാറ്റ പോയാലെന്തോ പറഞ്ഞു ആളെ കൂട്ടത്തിന്ന്, അതെന്റെ മനസ്സിൽ ഇപ്പവുമായിരുന്നില്ല. നഷ്ടം, നിങ്ങളുടെ നഷ്ടമാണ്. അന്ന് ജനറൽ ബോഡി മീറ്റിംഗിന്റെ അന്ന്, കമ്മിറ്റി മീറ്റിംഗിന്റെ അന്ന് എന്തോ ഒരു വർത്താനം പറഞ്ഞത് ഇപ്പോഴും അത് പറയണ്ടില്ലേ? അതെന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവൂല എന്നാണ് നിങ്ങൾ പറയുന്നു എങ്കിൽ നിങ്ങൾക്ക് രോഗം ശിഫയാവൂല, സാധ്യതയില്ല, ചാൻസ് ഇല്ല. ഫോർഗീവ് മൈൻഡ്, വിട്ടുവീഴ്ച മനസ്ഥിതി. ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത തന്നോട് തെറ്റ് ചെയ്തവർക്ക് പുറത്തു കൊടുക്കുക, തന്നോട് അപരാധം ചെയ്തവർക്ക് പുറത്തു കൊടുക്കുക, തന്നോട് അനീതി കാണിച്ചവരോട് മാപ്പ് കൊടുക്കുക. അതുകൊണ്ട് ലോകത്ത് ജീവിച്ചവരിൽ ഏറ്റവും ഹൃദയശക്തിയുള്ളയാൾ, ഏറ്റവും വലിയ മനസ്സമാധാനത്തോടെ ജീവിച്ചയാൾ സയ്യിദുനാ മുഹമ്മദുർ റസൂൽ. ഞാൻ ഒരു കാര്യം പറയട്ടെ മുഅ്മിനീങ്ങളെ, ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ ഗുണം കിട്ടുന്ന ഒരു വിഷയമാണ് പറയണത്. നിങ്ങളിൽ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ ഗുണം കിട്ടുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ഈ സമയം വരെ, ഈ പ്രസംഗം കേൾക്കുന്ന ഈ സമയം വരെ നിങ്ങളുടെ ഹൃദയത്തിൽ ആരെക്കുറിച്ചെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ, വിദ്വേഷമുണ്ടെങ്കിൽ, പകയുണ്ടെങ്കിൽ ഈ സദസ്സെന്ന് പിരിയുന്നതിന് മുന്നേ അല്ലാഹുവേ ഞാൻ ആ വ്യക്തിക്ക് മാപ്പ് കൊടുത്തിരിക്കുന്നു എന്ന് പറയാൻ നിങ്ങളുടെ ഹൃദയത്തിന് സൗഭാഗ്യമുണ്ടോ? എന്റെ ചോദ്യം അങ്ങനെയാണ്. നിങ്ങൾക്ക് പറ്റുമോന്നല്ല ഞാൻ ചോദിക്കണത്. നിങ്ങളോട് അനീതി കാണിച്ച മനുഷ്യൻ, നിങ്ങളോട് തെറ്റ് ചെയ്ത മനുഷ്യൻ, നിങ്ങളെ ആക്രമിച്ചയാൾ,
നിങ്ങളെ ദ്രോഹിച്ചയാൾ, നിങ്ങളുടെ വഴി മുടക്കിയ മനുഷ്യൻ, നിങ്ങളുടെ കല്യാണത്തിന് ഇടങ്കോല് വെച്ച മനുഷ്യൻ, നിങ്ങളുടെ ഏതോ കച്ചവടം മുടക്കിയ മനുഷ്യൻ, ആ മനുഷ്യനോട് ഈ സദസ്സിൽ നിന്ന് പിരിയുന്നതിന് മുമ്പ് മാപ്പ് കൊടുക്കാൻ മാത്രം സൗഭാഗ്യമുള്ള ഹൃദയമാണോ നിങ്ങളുടേത് എന്നാണ് എൻ്റെ ചോദ്യം. ഇല്ലെങ്കിൽ, ആ ഭാഗ്യം നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ രോഗം മാറാൻ ചാൻസ് കുറവാണ്. അപ്പൊ അടുത്ത ചോദ്യം, അപ്പൊ സദസ്സിൽ നിന്ന് ഗൗരവമുള്ള ഒരു ചോദ്യം എനിക്ക് വന്നു. അവൻ തെറ്റ് എന്നോട് ചെയ്തിട്ട്, ചോദ്യമാണ്, അവൻ എന്നോട് തെറ്റ് ചെയ്തിട്ട് ഞാനോ എനിക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാത്തതിന് എന്റെ രോഗം മാറാണ്ടിക്കേ? അതിന്റെ മറുപടി, നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങൾ ശ്രദ്ധിച്ചോളി, നിങ്ങളുടെ ഹൃദയത്തിൽ ഒരാളോട് വെറുപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാവില്ല. അത് ചെറുതാണെങ്കിൽ വലുതാണെങ്കിൽ. ഉദാഹരണത്തിന് ഞാൻ നിങ്ങൾക്ക് വേഗം തിരിയുന്ന ഒരു കഥ പറയാം. പിള്ളേരുണ്ട് എന്നാലും പറയാം, വലിയാക്കല്ലേ തിരിയും നേരിച്ചിട്ട്. അല്ല, ഭാര്യയും ഭർത്താവും വൈകുന്നേരം എന്തോ പറഞ്ഞ് തെറ്റി. ഇവര് എങ്ങനെയാ രാത്രി കിടക്കുക? ഒന്ന് അങ്ങേക്ക് ഒന്ന് ഇങ്ങേക്ക. ഉറക്ക് കിട്ടുമോ? എനക്കാന്നും ഉറക്ക് കിട്ടൂല. നിങ്ങളെ കാര്യം എനിക്കറിയില്ല. ഏത് അല്ല, രണ്ടാളും ഒരു സ്ഥലത്തുണ്ട്. ഒന്ന് അങ്ങേ തിരക്കേക്ക് ഒന്ന് ഇങ്ങേ തിരക്കേക്കാൾ കടന്നു കൂട്ടിയിട്ടുണ്ടാവില്ല. പച്ച മനുഷ്യനാണെങ്കിൽ ഉറക്ക് കിട്ടൂല. കിട്ടൂല. എന്തേ? സമാധാനമില്ല, സ്വസ്ഥതയില്ല. വെറുതെ ദേഷ്യം പിടിക്കണ്ടായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഇത് നമുക്ക് അനുഭവത്തിലുള്ള ഒരു ഉദാഹരണം പറഞ്ഞതാണ്. നിങ്ങൾക്ക് വേഗം തിരിയാനാണ് ഈ ഉദാഹരണം എടുത്തത്. അല്ലെങ്കിൽ ഞാൻ ഈ ഉദാഹരണം എടുക്കൂല, അല്ലെങ്കിൽ ഞാൻ ഈ ഉദാഹരണം പറയൂല. പിന്നെ കരിമ്പാറ പോലത്തെ കല്ലാന്ന് കിടക്കുന്നതിനും ഉറങ്ങും. അതുണ്ട്, അങ്ങനുണ്ട്. മനസ്സിലായില്ലേ? ആഫ്രിക്കൻ ജയിലിലെ പോലീസാക്കേണ്ട ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ആണെങ്കിൽ പായിന്റെ തല കണ്ടാൽ മതി ഉറങ്ങിയിട്ടുണ്ടാവും. എനിക്ക് വൈകുന്നേരം വിപ്ലവം ഉണ്ടാക്കിയൊന്നും വിഷയമല്ല. വൈകുന്നേരം ഒച്ചപ്പാടുണ്ടാക്കിയ വിഷയമാണോ? ഇശാ കഴിഞ്ഞിട്ടൊന്നും കൂടി അതിന്റെ ബാക്കി പറഞ്ഞ വിഷയമാണോ? കിടക്കുമ്പോഴത്തേക്ക് കൂർക്കം ബലി കേൾക്കുന്നുണ്ടാവും. വല്ലാത്ത മനുഷ്യൻ. പച്ച മനുഷ്യരില്ലേ, ഖേദവും കൃപയും സാധാരണ മനുഷ്യരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങളുടെ അനുഭവത്തിലുള്ളതാണ്. സ്വസ്ഥത കിട്ടൂല. ഈ സ്വസ്ഥത മനസ്സിൽ നിന്ന് നീങ്ങണമെങ്കിൽ ഈ ദേശത്തിന്റെ ഈ ദേശത്തിന്റെയും വാശിയുടെയും പകയുടെയും അതങ്ങ് നീങ്ങണം. അപ്പോഴേ സ്വസ്ഥത വരുള്ളൂ, അപ്പോഴേ സമാധാനം വരുള്ളൂ. ഇതെല്ലാ കാര്യത്തിലും ബാധകമാണ്. തെറ്റ് ചെയ്തവൻ, നമ്മെ ദ്രോഹിച്ചവൻ അവന്റെ വഴിക്ക് പോയി നമ്മൾ അവനോട് പകവെച്ച് നിൽക്കുകയാണെങ്കിൽ, നമ്മൾ അവനോട് വെറുപ്പ് സൂക്ഷിച്ച് നിൽക്കുകയാണെങ്കിൽ അതിന്റെ വേസ്റ്റാണ് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ കടന്ന് കളിക്കുക. അതിന്റെ ചിന്തയാണ് നമ്മുടെ മനസ്സിൽ കടന്നു കളിക്കുക. സമാധാനം കിട്ടൂല, സ്വസ്ഥത കിട്ടൂല, റാഹത്ത് കിട്ടൂല. ഭക്ഷണത്തിന്റെ രുചി അറിയാൻ പറ്റുമോ? നിങ്ങൾ ആലോചിക്ക്. നമ്മൾ ഒരാളോട് ദേഷ്യം പിടിച്ച സന്ദർഭത്തിൽ, നിങ്ങളൊന്ന് ശ്രദ്ധിക്ക്, ഇതുകൂടി ശ്രദ്ധിക്ക്. നമ്മൾ ഒരാളോട് നല്ലോണം ദേഷ്യം പിടിച്ച സമയത്താണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ഭക്ഷണത്തിന്റെ രുചി അറിയാൻ കഴിയുമോ? ഇല്ല, കഴിയില്ല. സാധാരണ മനുഷ്യർ കഴിയൂല. ഈ ഹൃദയത്തിന്റെ പ്രത്യേകത അത് ദിക്റുള്ളയുടെ ഇടമാണ്. അള്ളാന്റെ ദിക്ർ, അള്ളാഹുവിന്റെ ദിക്റിന്റെ ഇടമാണ് ഖൽബ് എന്ന് പറയുന്നത്. അവിടെ അതല്ലാത്ത ഫിക്ർ വന്നാൽ, ദിക്റിന് പകരം ഫിക്ർ വന്നാൽ, പ്രയോഗം ശ്രദ്ധിക്കണം. ഇത് ദിക്റിന്റെ ഇടം. ഹൃദയം എന്ന് പറയുന്നത് ദിക്റിന്റെ ഇടമാണ്. നമ്മൾ കേട്ടിട്ടില്ലേ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മനഃശാന്തിയുടെ ഖുർആനിക വഴി പരിശോധിക്കുമ്പോ, മനസമാധാനത്തിന്റെ, സ്വസ്ഥതയുടെ, സമാധാനത്തിന്റെ ഖുർആനിക വഴി പരിശോധിക്കുമ്പോൾ അലാ ബിദിക്രില്ലാ, അല്ലാഹുവിനെ കൊണ്ടുള്ള ദിക്റാണ് തുമഇനീനത്തുൻ നഫ്സിന് ആവശ്യം. ശാന്തമായ മനസ്സുണ്ടാവാൻ, സമാധാനമുള്ള മനസ്സുണ്ടാവാൻ, സംതൃപ്തിയുള്ള മനസ്സുണ്ടാവാൻ, സാറ്റിസ്ഫൈഡ് ആവാൻ, സംതൃപ്തമായ അവസ്ഥയുണ്ടാവാൻ അള്ളാന്റെ ദിക്ർ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ശരീരത്തിന്റെ താളം പിഴക്കുന്നത് എപ്പോഴാണ്? ഫിക്ർ വന്നിവിടെ നിൽക്കുമ്പോഴാണ്. ശരീരത്തിന്റെ അവയവങ്ങൾ അതിന്റെ പ്രവർത്തനം തെറ്റുമ്പോഴാണ് രോഗമുണ്ടാകുന്നത്. ഡിസോർഡർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ശ്രദ്ധിക്കുക, ഡിസോർഡർ, ഓർഡർ തെറ്റുക, ഡിസോർഡർ ആവുക.